അൾത്താരമുന്നിൽ കൈകൂപ്പി നിന്നു അനുരഞ്ജനത്തിൻ്റെ ബലിയേകിടാം. ദൈവത്തിൻ ജനമേ വന്നണയൂ, ദൈവത്തിൻ ബലിയിൽ ചേർന്നണയൂ. അൾത്താരമുന്നിൽ കൈകൂപ്പി നിന്നു അനുരഞ്ജനത്തിൻ്റെ ബലിയേകിടാം. ദൈവത്തിൻ ജനമേ വന്നണയൂ, ദൈവത്തിൻ ബലിയിൽ ചേർന്നണയൂ. ബലിയോട് ചേർക്കണീനാഥ, എന്നീ ബലിയാക്കി മാറ്റണീനാഥ. ബലിയോട് ചേർക്കണീനാഥ, എന്നീ ബലിയാക്കി മാറ്റണീനാഥ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. എല്ലാ ദേവാലയങ്ങളും കുരിശടികളും യൗസേപ്പ് പിതാവിനെ വണങ്ങുകയും യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിൻ്റെ നിറവിലുമാണ്. നമ്മുടെ ഇടവകയിൽ പ്രത്യേകമായി ഒരു ദിവസത്തെ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ തിരുനാൾ ഭക്തിപൂർവം നടത്തുകയാണ്. യൗസേപ്പ് പിതാവിനെ എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ തിരുനാൾ തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചവർ ഒരുപാട് പേര് സഹായകവുമായി മുന്നോട്ട് വരിക. യൗസേപ്പ് പിതാവിന് എന്തെങ്കിലും ഒന്ന് സമ്മാനമായി കൊടുക്കുക, അത് ചെറിയൊരു തുകയായിട്ടോ എന്തെങ്കിലും ഒരു സാധനമായിട്ടോ യൗസേപ്പ് പിതാവിന് നൽകുന്നത് വളരെയേറെ പ്രീതികരമാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുക നമ്മുടെ ഒരു പ്രവണതയാണ്. സ്നേഹമുള്ളവർക്ക് വേണ്ടി, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പൊതുവേ നമ്മൾ എന്തെങ്കിലും കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുനാളിന് ഒരുപാട് പേര് വന്നണഞ്ഞിട്ടുണ്ട് യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്. കുടുംബത്തിൻ്റെ മധ്യസ്ഥനാണ്, തിരുക്കുടുംബത്തിൻ്റെ പാലകനാണ്, സമാധാനമാണ്. വളരെയേറെ വാക്ചാതുര്യമുള്ള മനുഷ്യനല്ല, നിശബ്ദനാണ്, പിതാവിനെ സ്വപ്നം കാണുന്നവനാണ്, ഈശോയുടെ സംരക്ഷകനാണ്, മറിയത്തെ ദൈവം കാണിച്ചു തന്ന പാതയിലൂടെയൊക്കെ യാത്ര ചെയ്യിച്ചവനാണ് യൗസേപ്പ് പിതാവ്. അതിനുമപ്പുറത്ത് വളരെയേറെ ധീരനാണ് യൗസേപ്പ് പിതാവ്. ആരും ഏറ്റെടുക്കാത്ത സാഹസികതയൊക്കെ തൻ്റെ ജീവിതത്തിൽ നടത്തിയവനാണ് യൗസേപ്പ് പിതാവ്. രാജാവിനെ ഭയപ്പെട്ടില്ല, രാജകിങ്കരന്മാരെ ഭയപ്പെടാതെ ദൈവം കാണിച്ചു തന്ന മാർഗത്തിലൂടെ രക്ഷകനെ ഈ ഭൂമിയിൽ അവതരിക്കുവാനായിട്ട് സംരക്ഷണം നൽകിയ ശക്തനാണ് യൗസേപ്പ് പിതാവ്. അത്രയേറെ നമുക്ക് പ്രിയപ്പെട്ടവൻ ആയ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാള് നമ്മൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ തിരുനാളിന് സഹായിക്കുന്നവരെയും അവരുടെ നിയോഗങ്ങളെയും, രോഗികളായിട്ടുള്ളവരെ, മരണാസന്നരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ആത്മശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് നമുക്ക് ഈ ബലിയർപ്പണത്തിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ കൃപകളും വരങ്ങളും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ ഇടവകയിൽ ഈ കൂട്ടായ്മയിൽ വന്ന് ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഭക്തിയോടെ ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ.
ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്കു നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കീതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ചൊല്ലുക രാജനേ. സർവൈക ശക്തനും ദൈവമേ, നാഥനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാതേവം സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനി വന്ദാവേ, കാരുണ്യം തൂക്കണി ഞങ്ങളിൽ. ലോകത്തിൻ പാവനി വന്ദാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർബലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനൊന്നാമതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താലീകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ,
മാനവരക്ഷാ രഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ ഔസേപ്പിന്റെ വിശ്വസ്ത സംരക്ഷണത്തിന് അങ്ങ് ഭരമേൽപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത്താൽ അവയുടെ നിർവഹണം അങ്ങയെ സഭ നിരന്തരം കാത്തുപാലിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഒന്നാം വായന സാമുവേലിന്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് നാഥാനോട് അരുൾ ചെയ്തു, എന്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, എനിക്ക് വസിക്കുവാൻ നീ ആലയം പണിയുമോ? ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവന്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിന്റെ വചനം. നന്ദി. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. വംശം എന്നേക്കും നിലനിൽക്കും. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എന്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവിടുന്ന് അരുൾ ചെയ്തു, എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി. എന്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവൻ എന്നോട്, എന്റെ പിതാവും എന്റെ ദൈവവും എന്റെ രക്ഷാശിലയും അവിടുന്ന് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എന്റെ കരുണ എപ്പോഴും അവന്റെ മേൽ ഉണ്ടായിരിക്കും. അവനോടുള്ള എന്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ലോകത്തിന്റെ അവകാശിയാകുമെന്ന വാഗ്ദാനം അബ്രഹാത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിന്റെ നീതിയിലൂടെയാണ്. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രഹാത്തിന്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല, അബ്രഹാത്തിന്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ്. അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവന്റെ മുമ്പിൽ അവൻ വിശ്വാസം അർപ്പിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. കർത്താവിന്റെ വചനം. മഹത്വത്തിൻ രാജാവാ യേശു മഹേശ്വരൻ
സ്തുതിയും ബഹുമതിയും സ്തോത്രവും എന്നേക്കും. കർത്താവേ, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ രാജാവാ യേശു മഹേശ്വരന് സ്തുതിയും ബഹുമതിയും സ്തോത്രവും എന്നേക്കും. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്നും ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവനിതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. ആമേൻ. സ്നേഹബഹുമാനപ്പെട്ട മേരി ജോണച്ച, ഗീവർഗീസ് അച്ച, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഔസേപ്പ് തിരുസഭയുടെ സംരക്ഷകനാണ്, കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ്, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ്, യാത്ര ചെയ്യുന്നവരുടെ മധ്യസ്ഥനാണ്, ഗർഭസ്ഥ ശിശുക്കളുടെ മധ്യസ്ഥനാണ്. അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് ആമുഖത്തിൽ മേരി ജോണച്ചൻ പറയുന്നുണ്ടായിരുന്നു. സഭ നമ്മളോട് പറയുന്നതും അത് തന്നെ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയം മുതൽ ജനിച്ച് ജീവിച്ച് അവസാനം മരിക്കുന്ന ഇടം വരെ ആ വ്യക്തിയെ സഹായിക്കുവാനായിട്ട് സഭ കാണിച്ചു തരുന്ന മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പ്. ഗർഭസ്ഥ ശിശു മുതൽ മരണം വരെ, കുടുംബം മുതൽ സഭ വരെ, യാത്ര ചെയ്യുന്നിടത്ത് നിന്ന് പിന്നെ ഉറങ്ങുന്ന ഔസേപ്പിതാവും വന്നിട്ടുണ്ട്. നമ്മൾ വിശ്രമിക്കുന്നത് വരെ നമുക്ക് എപ്പോഴും എന്താ പറയുന്നത്, സഹായത്തിനായിട്ട് നിൽക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, ഈ മനുഷ്യൻ ഒന്നും സംസാരിച്ചിട്ടില്ല. ബൈബിളിൽ യൗസേപ്പ് സംസാരിക്കുന്നതായിട്ട് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ വാക്കിനേക്കാൾ
വാചാലമായിരുന്നു ആ ജീവിതം. അതുകൊണ്ടാണ് സഭ പറയുന്നത്, നിങ്ങൾ ഇവന്റെ അടുക്കലേക്ക് ഗോ ടു ജോസഫ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവന്റെ അടുക്കൽ പരിഹാരമുണ്ട്. ഗോ ടു ജോസഫ്. ഗർഭസ്ഥയായിരിക്കുന്ന ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ആവലാതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുന്ന ആകുലത ഉണ്ടെങ്കിൽ, ഉത്കണ്ഠ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. അവിടുന്ന് തുടങ്ങുന്നു. അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. സരമാഗു എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം, കർത്താവിന്റെ സുവിശേഷം അതുപോലെ ഒന്നും രചിക്കപ്പെട്ടിരിക്കുന്നതല്ല. അതിൽ നിന്ന് കുറച്ച് ഏടുകൾ എടുത്തിട്ട് അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനമാണ്. ഈ സരമാഗുവിന്റെ ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തില് യൗസേ പിതാവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യഥയുടെ മനുഷ്യനായിട്ടാണ്, ദുഃഖത്തിന്റെ മനുഷ്യനായിട്ടാണ്, നിശബ്ദനായിരിക്കുന്ന മനുഷ്യനെ കുറിച്ച്. എന്താണ് ആ ദുഃഖത്തിന് കാരണം? നമുക്കറിയാം, ഹെരോദസ് രക്ഷകനെ കുറിച്ച് അറിയുമ്പോൾ ഇസ്രയേലിലെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും വധിക്കുവാനായിട്ട് ഉത്തരവിടുന്നു. യൗസേപ്പ് അറിയുന്നു. അറിഞ്ഞ നിമിഷം യൗസേപ്പ് ഭാര്യയെയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടുകയാണ് ഈജിപ്തിലേക്ക്. അങ്ങനെ അവർ രക്ഷപ്പെട്ട് ഈജിപ്തിലെത്തി. അവിടെ ആയിരിക്കുമ്പോഴാണ് യൗസേപ്പ് ഒരു വാർത്ത അറിയുന്നത്. ഈ കുഞ്ഞിന്റെ ജീവന് വേണ്ടി അന്വേഷിച്ച് നടന്ന ഹെരോദേസ് ഇസ്രായേലിലെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. എന്തുകൊണ്ടാ വിഷമമായത്? ഇദ്ദേഹം ഓർത്തപ്പോൾ, എൻ്റെ കുഞ്ഞിനെയും ഭാര്യയും എടുത്ത് ഓടുന്ന സമയത്ത് മറ്റുള്ളവരോടും എനിക്ക് പറയാമായിരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവനും അപകടത്തിലാണെന്ന്. അങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാൻ, അവരുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ തനിക്കായില്ലല്ലോ എന്ന വ്യഥ, എന്ന ദുഃഖം. ആ ദുഃഖമാണ് ഈ മനുഷ്യനെ നിശബ്ദനാക്കിയത്. അതുകൊണ്ടാണ് ബൈബിൾ അദ്ദേഹത്തെ വിളിക്കുന്നത് നീതിമാനായ യൗസേപ്പ് എന്ന്. നമ്മൾ നീതിമാന്മാരെന്നൊക്കെ പലരെയും വിളിക്കാറുണ്ട്, പല വ്യാഖ്യാനങ്ങളും കൊടുക്കാറുണ്ട്. കോടതിയിൽ പോയിട്ടും ജയിച്ചു വരുമ്പോൾ എനിക്ക് നീതി കിട്ടി എന്ന് വിളിക്കാറുണ്ട്. ഈ ദിവസങ്ങളിൽ സീറ്റിന് വേണ്ടി അടിയുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാർ പറയുന്നു, എനിക്ക് നീതി ലഭിച്ചില്ല, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് നീതി ലഭിച്ചില്ല. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ നീതി എന്ന് പറയുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എന്താ യഥാർത്ഥത്തിൽ നീതി എന്ന് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയുടെ സമയത്ത് ആരാണ് നീതിമാന്മാരെന്ന് പറയുന്നുണ്ട്. എന്നെ വിശക്കുന്നവനായി നീ കണ്ടു, എനിക്ക് ഭക്ഷണം തന്നു. എന്നെ ദാഹിക്കുന്നവനായി നീ കണ്ടു, എനിക്ക് നീ വെള്ളം തന്നു, കുടിക്കുവാൻ തന്നു. എന്നെ നഗ്നനായി കണ്ടു, നീ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, നീ ഇതൊക്കെ ചെയ്തുകൊണ്ട് നീതിമാന്മാർക്കുള്ള സമ്മാനത്തിന് അർഹനായിട്ട് നീ മാറുന്നു എന്നുള്ള. ഇതൊന്നും ചെയ്യാത്തവന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നു, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ നിത്യതയുടെ തീയിലേക്ക് പോവുക. അപ്പോൾ ആരാണ് നീതിമാൻ എന്ന് പറയുന്നത്? കണ്ടവനാണ്. എന്ത് കണ്ടവൻ? എൻ്റെ സഹോദരനെ വിശക്കുന്നവനായി കണ്ടവൻ, എൻ്റെ സഹോദരനെ ദാഹിക്കുന്നവനായി കണ്ടവൻ, എൻ്റെ സഹോദരൻ നഗ്നനായി കണ്ടിട്ട് അവനെ ഉടുപ്പിച്ചവൻ, അവൻ രോഗിയായിരുന്നപ്പോഴും കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും അവനെ സന്ദർശിച്ചവൻ, കണ്ടവനാണ് നീതിമാൻ. എന്ത് കണ്ടു? സഹോദരന്റെ കഷ്ടപ്പാട് കണ്ടു, സ്വയം മറന്നവനെ സഹായിച്ചു. ബൈബിൾ വിളിക്കുന്നു, ജോസഫ് നീ നീതിമാനാണ്. കാരണം ഈ മനുഷ്യനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാല്, സ്വപ്നം കണ്ടവൻ എന്ന് പറയുന്നു, ഒരൊറ്റ സ്വപ്നവും തന്നെ കുറിച്ചുള്ള സ്വപ്നമായിരുന്നില്ല. ആദ്യത്തെ സ്വപ്നം, മറിയം ഗർഭിണിയായിരിക്കുന്നു, നീ എഴുന്നേൽക്കുക, അവളെ സ്വീകരിക്കുക. മറിയത്തിന്റെ പ്രശ്നമാണ്, ജോസഫിന്റെ പ്രശ്നമല്ല. വീണ്ടും പറയുന്നു, അടുത്ത സ്വപ്നം, കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ്, കുഞ്ഞിനെയും അമ്മയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോകുക, നിസ്സാരമല്ല.
ഈജിപ്തിൽ ഒരു ഇസ്രായേൽക്കാരൻ ചെന്നാൽ അവന് സംഭവിക്കാൻ പോകുന്ന അപകടം എന്താണെന്ന് കൃത്യമായിട്ടറിയാം. കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നമാണ്. അവനിങ്ങനെ തന്നെ മറന്നുകൊണ്ടിരിക്കുക, തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന യൗസേപ്പ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, വെറുതെ അല്ല കുടുംബങ്ങളുടെ മധ്യസ്ഥനായിട്ട് യൗസേപ്പിനെ സഭ വണങ്ങുന്നത്. സാധാരണ ഒരു കുടുംബത്തില് ഒരപ്പൻ ഒരു പക്ഷേ തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ സഹിക്കും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ബ്ലഡ് റിലേഷൻ, ഒരു രക്തബന്ധത്തിന്റെ പേരില. എൻ്റെ ചോരയാണ് എൻ്റെ കുഞ്ഞ്, ആ കുഞ്ഞിന് വേണ്ടി ഞാൻ മരിക്കും, ഞാൻ എൻ്റെ ജീവിതം പകുത്തു കൊടുക്കും. എന്നാൽ ഒരു രക്തബന്ധവും ഇല്ലാതിരുന്നിട്ടും നസറത്തിലെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാം ഒഴിഞ്ഞു വെച്ച മനുഷ്യനായിരുന്നു യൗസേപ്പ്. എന്നിട്ടും പറയുന്നു ഈ മനുഷ്യൻ സംസാരിച്ചു. അങ്ങനെ സംസാരിക്കണ്ടെന്നേ. ഈ ജീവിതം പഠിപ്പിക്കാൻ ജീവിതത്തിൽ ചെയ്തതെല്ലാം എണ്ണി പറയേണ്ട കാര്യമൊന്നുമില്ല. മക്കളോടും ഭാര്യയോടും മറ്റുള്ളവരോടും ഒക്കെ എണ്ണി പറയുന്നവരാണ്. ഞാൻ എന്തുമാത്രം സഹിച്ചു, ഞാൻ എന്തുമാത്രം അധ്വാനിച്ചു, ഒന്നും പറയാതെ നിൽക്കുന്നവരാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ട്. വാക്കുകളേക്കാൾ വാചാലമാകുന്ന ജീവിതം. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, പരിശുദ്ധ അമ്മ എന്തെങ്കിലും ഉണ്ണീശോയെ തല്ലിയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ണീശോയെ തല്ലിയിട്ടുണ്ടോ? ശരിക്കും നോക്കിയാൽ ഒരു വട്ടമെങ്കിലും ഒരടി കൊടുത്തിട്ടുണ്ട്. എവിടാണെന്നറിയാം? 12-ാം വയസ്സില് ഉണ്ണിയെ കാണാതാകുന്നു. യൗസേപ്പും മറിയവും ഇങ്ങനെ അന്വേഷിച്ചു നടക്കുകയാണ്. ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ട് അവസാനം ഇവര് ചെല്ലുമ്പോൾ യേശു ദേവാലയത്തില് അന്നത്തെ അവരുടെ ജ്ഞാനികളുമായിട്ട് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ വിജയിച്ചു. അവരെക്കാൾ വലിയ ജ്ഞാനമായിരുന്നു അവന്. അവരതൊന്നും ഗവനിക്കുന്നില്ല. അവർ എന്ന് ചോദിച്ചു, എൻ്റെ മോനെ നീ എവിടെയായിരുന്നു? ഞാനും നിന്റെ അപ്പനും എത്രമാത്രം നിന്നെ ഓർത്ത് ഉത്കണ്ഠപ്പെട്ടു. അപ്പോൾ അവൻ ഉണ്ണിയേശു, ബാലനായ യേശു, ഉണ്ണിയേശു എന്നല്ല ബാലനായ യേശു, അവൻ വലിയ വായിലൊരു വർത്തമാനം പറഞ്ഞു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? കാര്യം പിടികിട്ടി. ഇങ്ങേരല്ല എൻ്റെ പിതാവ്, എൻ്റെ പിതാവ് സ്വർഗസ്ഥനായ പിതാവ്. പറഞ്ഞതൊക്കെ സത്യമാ. പക്ഷെ അത് കേട്ടിട്ട് പൊള്ളുന്ന ഹൃദയത്തോടു കൂടി ഒരു മനുഷ്യൻ പിന്നിൽ നിൽപ്പുണ്ട്, യൗസേപ്പ്. അമ്മയൊന്ന് കൊടുത്തു കാണണം. കാരണം അന്ന് സംസാരം നിർത്തി അവൻ 30-ാം വയസ്സിലാ പിന്നെ സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ സംസാരിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. അവൻ യഥാർത്ഥത്തിൽ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഈ അപ്പനെ പഠിക്കുകയായി. ഈ അപ്പനെ പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ധൂർത്തപുത്രന്റെ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വഴിക്കണ്ണുമായിട്ട് നഷ്ടപ്പെട്ടു പോയ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പന്റെ ആകുലതയെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ മനസ്സില് 12-ാം വയസ്സില് ഒരപ്പന്റെ ആകുലത അവൻ കണ്ടതാണ്. നഷ്ടപ്പെട്ട മകനെ ഓർത്ത്. അത് യൗസേപ്പിൻ്റെതാണ്. പാപിനിയായ സ്ത്രീയെ പിടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കല്ലെറിയാനായിട്ട് കല്ലുയർത്തി നിൽക്കുന്ന ജനം ചോദിക്കുന്നു, ഇവളെ ഇപ്പോൾ പിടിച്ചതാണ് വ്യഭിചാരത്തിന്, നിയമമനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ നിലത്ത് നോക്കിക്കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ കാണുന്നുണ്ട്. അവന്റെ മനസ്സിലപ്പോൾ പോയിരുന്നത്, എൻ്റെ അപ്പൻ ഇതുപോലൊരവസ്ഥയിൽ അമ്മ നിന്നപ്പോൾ ആ സ്വീകരിച്ച അവളെ വിധിച്ചില്ല, മറിയത്തെ വിധിച്ചില്ല, മരണത്തിന് വിട്ടുകൊടുത്തില്ല, ചേർത്ത് പിടിച്ചു, അവളെ സ്വീകരിച്ചു. ആ അപ്പന്റെ മകനാണ് ഇവിടെ ഇരിക്കുന്നത്. അവൻ പറഞ്ഞു,
തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. പിന്നീട് സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നുള്ള ഏറ്റവും വലിയ തൻ്റെ ജീവിതത്തിന്റെ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കും. രക്തബന്ധത്തിന്റെ പേരിൽ ആർക്കെങ്കിലും വേണ്ടി ജീവൻ നിന്റെ സ്നേഹിതന് വേണ്ടി ചെയ്യാം. എന്നാൽ ഒരു രക്തബന്ധവും ഇല്ലാത്തപ്പോൾ ശത്രുക്കളായിരിക്കുന്നവർക്ക് വേണ്ടി പോലും ജീവൻ ബലി കഴിക്കുന്നവനെ കുറിച്ച് അവൻ പറയുമ്പോൾ അങ്ങനെ ജീവിതത്തിലെല്ലാം ഇങ്ങനെ കളഞ്ഞ ഒരു മനുഷ്യനെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്നത്. അവന്റെ അപ്പനായ വളർത്തുപിതാവായ യൗസേപ്പിനെ കുറിച്ച്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് 2020 ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, പാദ്രീസ് കോർദേ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറഞ്ഞു, ഷാഡോ ഓഫ് ദ ഹെവൻലി ഫാദർ. ദൈവപിതാവിന്റെ നിഴലാണ് യൗസേപ്പ്. എവിടുന്നാണ് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നത്? യേശുവിന്റെ ജീവിതത്തിലാണ്. അങ്ങനെ 12-ാം വയസ്സ് മുതൽ 30-ാം വയസ്സ് വരെ അപ്പനെ കണ്ട് പഠിച്ച് പിന്നീട് തൻ്റെ പ്രഘോഷണത്തിലൊക്കെ ഈ അപ്പനെ മനസ്സിൽ കരുതിക്കൊണ്ട് സ്വർഗീയ പിതാവിനെ കുറിച്ച് പഠിപ്പിച്ച അല്ലെങ്കിൽ അറിഞ്ഞ വ്യക്തിയായിരുന്നു യേശുനാഥ്. അപ്പോൾ ആ യൗസേപ്പിനെ കാണിച്ചിട്ടാണ് തിരുസഭ പറയുന്നത്, ഗോ ടു ജോസഫ്, ഗോ ടു ജോസഫ്, ജോസഫിന്റെ അടുക്കലേക്ക് പൊക്കൂ. ഇത് പഴയ നിയമത്തിൽ നിന്നും കോട്ട് ചെയ്തിട്ടുള്ളതാ. യാക്കോബിന്റെ പുത്രനായ ജോസഫ് ഈജിപ്തിലേക്ക് പോയി ഒത്തിരി കഷ്ടതയൊക്കെ സഹിച്ച് അവസാനം ഫറവോയുടെ കാര്യസ്ഥനായിട്ട് മാറുമ്പോ ഒരു പഞ്ഞകാലത്ത് എല്ലാവരും അവിടേക്ക് ചെല്ലുക. കാരണം ജോസഫ് ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പഞ്ഞകാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജോസഫ് അറപ്പുരകളെല്ലാം നിറച്ച് ധാന്യങ്ങൾ വെച്ചിരുന്നു. ഫറവോ പറഞ്ഞു, ഞാനല്ല, കലവറ നിറച്ചത് ജോസഫാണ്. ഗോ ടു ജോസഫ്, അവന്റെ അടുക്കലേക്ക് പോവുക. അങ്ങനെ ജീവിതത്തിൽ പുതിയ നിയമത്തിൽ ജോസഫാന്ന് പറയുമ്പോ വെറുതെ പറയുന്നതല്ല, ജീവിതത്തിൽ കലവറ നിറച്ചവനാ ജോസഫ്. തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തി അവനൊരു നിധി കണ്ടെത്തി. മത്തായിയുടെ സുവിശേഷത്തിൽ നിധി കണ്ടെത്തിയ കർഷകനെ കുറിച്ച് പറയുന്നുണ്ട്. ഉപമ നിങ്ങൾ ഓർക്കും. അവിടെ പറയുന്നു, അനുദിനം അധ്വാനിക്കുന്നവൻ കർഷകൻ, അവൻ കിളച്ചു ചെല്ലുമ്പോൾ ഒരു പറമ്പിൽ ഒരു നിധി കണ്ടെത്തി. അവനുണ്ടായിരുന്നത് മുഴുവൻ അവൻ വിറ്റിട്ട് ആ പറമ്പ് വാങ്ങി നിധി സ്വന്തമാക്കി. നിധി ആരാ? ക്രിസ്തുവാ. തനിക്കുണ്ടായിരുന്നത് മുഴുവൻ വിറ്റ് ആ നിധി സ്വന്തമാക്കി. ആ നിധി ക്രിസ്തുവിനെ സ്വന്തമാക്കിയവനാണ് യൗസേപ്പ്. അതുകൊണ്ടാണ് സഭ നമ്മളോട് പറയുന്നത്, ഗോ ടു ജോസഫ്. അവന്റെ അറപ്പുര ഫുള്ള. നിങ്ങളുടെ ഏത് കാര്യത്തിന് വേണമെങ്കിലും നിങ്ങൾ യൗസേപ്പിന്റെ അടുക്കലേക്കല്ലേ, അവൻ സാധിച്ചു തരും. മറ്റു വിശുദ്ധന്മാരെ പോലെ അത്ഭുതങ്ങൾ വിളിച്ചു പറയപ്പെടുന്നില്ലായിരിക്കാം, വലിയ പ്രഘോഷണങ്ങളുടെ പിൻബലമില്ലായിരിക്കാം, തിയോളജിയുടെ പിൻബലമില്ലായിരിക്കാം. പക്ഷേ സഭ പറയുന്നു, he is rich. അവൻ റിച്ച്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിളി ഇത് തന്നെയാണ്. ഈ സ്വർഗസ്ഥനായ പിതാവിന്റെ നിഴലായിട്ട്, ഷാഡോ ഓഫ് ദ ഹെവൻലി ഫാദർ. ക്രിസ്തു തന്നെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനാകാൻ ശ്രമിക്കുക. ആ നന്മയിൽ നിന്നും ആ സ്നേഹത്തിൽ നിന്നും നമുക്കും ഇങ്ങനെ യൗസേപ്പ് പിതാവിനെ പോലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പിന്നെ കണക്കൊന്നും പറയേണ്ടതായിട്ട് നമുക്ക് വരത്തില്ല. കണക്കൊന്നും പറയേണ്ടതായിട്ട് വരത്തില്ല. ഒരപ്പൻ കുടുംബത്തിന്റെ ആജ്ഞാശക്തിയായിട്ട് നിൽക്കും. ഒരമ്മ
ഒന്നും പറയാതെ തന്നെ മക്കളുടെ മുമ്പിൽ ഒരു ആജ്ഞാശക്തിയായി മാറും. ഒരു ചെറിയ ഇൻസിഡന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നഗരത്തിലേക്ക് പഠിക്കാൻ ഗ്രാമത്തിൽ നിന്ന് പോകുന്ന ഒരു വിദ്യാർത്ഥി, പുതിയ അന്തരീക്ഷമാണ്. അവനവിടെ ചെന്ന് ഹോസ്റ്റലിൽ താമസം തുടങ്ങുമ്പോൾ അവന് ചുറ്റുമുള്ളവന്റെ കൂട്ടുകാരുടെ പോക്കൊക്കെ കണ്ടപ്പോൾ അവന് ഭയമായി. മയക്കുമരുന്നുണ്ട്, മദ്യമുണ്ട്, മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇവന് ഭയമായി, ഞാൻ കാൽവഴുതി വീണാലോ, ഞാൻ ഇതിലേതെങ്കിലും ഗ്രൂപ്പിൽ ചെന്ന് പെട്ടാലോ. ഭയത്തോടുകൂടി അവൻ അപ്പൻ ഒരു കത്തെഴുതി. അപ്പാ, ഇവിടുത്തെ രീതികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയമാണ്. ഞാൻ തിരിച്ചു വരാൻ പോകുന്നു. കാരണം ഞാൻ ഇവിടെ നിന്നാൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. പലരും എന്നെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. കത്തെഴുതുന്ന കാലത്ത് അപ്പന്റെ മറുപടി ഒരു കവറിൽ കിട്ടി. അവൻ കവർ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല, പകരം ഒരു ഫോട്ടോയാണ്. അപ്പൻ പാടത്ത് നിന്ന് ഒറ്റമുണ്ടെടുത്ത് ചേറുമായിട്ട് തോളിലൊരു തൂമ്പയുമായിട്ട് വീട്ടിലേക്ക് വരുന്ന, വിയർത്തൊഴുകി വരുന്ന അപ്പന്റെ ഫോട്ടോ അവന്റെ ക്യാമറയിൽ ഇവൻ തന്നെ പകർത്തിയതാ. ആ ഫോട്ടോയാണ് അവന് അയച്ചു കൊടുത്തത്. ഇനി ഈ മകന് വഴുതിട്ടില്ല. ഇനി ഈ മകൻ ഒരു ഗ്രൂപ്പിലും ചെന്ന് പെടില്ല. ആ ഒരൊറ്റ ഫോട്ടോ മതി. എൻ്റെ അപ്പൻ എങ്ങനെ ജീവിച്ച മനുഷ്യനാണ്, എത്രമാത്രം അധ്വാനിച്ചതാണ്, ഞാൻ ഇവിടം വരെ എത്താൻ എത്ര ആഗ്രഹിച്ചതാണ്, സ്വപ്നം കണ്ടതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ നമ്മുടെ ഇല്ലായ്മകളും കുറവുകളും ഒന്നും അറിയിക്കാതെ വളർത്തും. അവസാനം ഒരു സമയമാകുമ്പോൾ അവന്മാര് തോന്നിവാസം കാണിച്ചിറങ്ങിപ്പോകുമ്പോൾ നമ്മൾ കണക്ക് പറയും, ഞാൻ എന്തൊക്കെ ചെയ്തതാ, ഞാൻ എത്രമാത്രം സാക്രിഫൈസസ് എൻ്റെ ജീവിതത്തിൽ വരുത്തിയതാ. പക്ഷേ ഒന്നോർക്കുക, ജീവിതത്തിൽ ആദ്യം ഈ നിധി കണ്ടെത്തുക, ബാക്കിയെല്ലാം പിന്നീട് സംഭവിച്ചുകൊള്ളും. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന വചനമുണ്ട്. അപ്പോ ആ നീതി എന്താണെന്നറിയാം. യൗസേപ്പിതാവ് നീതിമാനാണ്. നീതിമാനായ യൗസേപ്പിതാവ് നമ്മളെ സഹായിക്കും, നമുക്ക് മാതൃകയുമാണ്. ആ ജീവിതം കണ്ട് പഠിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ പ്രാർത്ഥന, നമ്മുടെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ യൗസേപ്പിതാവിന്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ദൈവത്തെ അനുഭവിക്കുവാനും അനുഭവിച്ച ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിൽ ആയിരുന്നു കൊണ്ട് അങ്ങയുടെ അജഗണത്തെ സംരക്ഷിക്കുവാനും കത്തോലിക്ക സഭയെ നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയെയും സകല മിത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും, പ്രത്യേകിച്ച് ഈ പരിശുദ്ധ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന നമ്മുടെ ഇടവകാരി മേരി ജോൺ അച്ഛനെയും, വചനപ്രഘോഷണം നടത്തിയ പ്രസാദ് സുപ്രിയാൻ അച്ഛനെയും, സഹകാർമ്മികനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗീവർഗീസ് ചാക്കാക്കൂട്ടച്ഛനെയും അനുഗ്രഹിക്കണമേ. ദൈവപരിപാലനയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ എല്ലാ ദൈവമക്കൾക്കും നൽകണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തെ മനനം ചെയ്ത് വചനത്തെ സ്വപ്നം കണ്ട് ഉള്ളിൽ ആ ദൈവത്തെ ദർശിച്ച യൗസേപ്പിതാവിനെ പോലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളിലും ദൈവേഷ്ടം തേടുവാനും നിശബ്ദതയിൽ ദൈവസ്വരം ശ്രവിച്ച്
അതനുസരിച്ച് മുന്നേറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുക്കുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ പരിപാലിക്കാൻ എല്ലാ കുടുംബനാഥന്മാരെയും അനുഗ്രഹിക്കണമേ എന്നും തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും മറ്റുള്ളവർക്ക് മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തങ്ങളുടെ ജീവിതത്തിലുടനീളം പ്രത്യാശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു മുന്നോട്ടു പോയ അബ്രഹാത്തെയും വിശുദ്ധ ഔസേപ്പ് പിതാവിനെയും പോലെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് വിശ്വസ്തപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം വിശുദ്ധനെ പോലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഈശോയുടെയും വിശുദ്ധ സാന്നിധ്യത്തിൽ ഭൂതാശാനുകരണമായ വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗഭാഗ്യം പുൽകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും അങ്ങേ സന്നിധിയിലേക്ക് യാത്രയായ എല്ലാ മരിച്ച വിശ്വാസികളെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നും കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായ എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയെ സ്നേഹവായ്പ ചൊരിയണമേ. അങ്ങനെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാവിധ കൃപകളും വരങ്ങളും ഞങ്ങളിൽ ചൊരിയുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സ്നേഹമോടെ നൽകിട യാഗപീഠത്തിൽ യോഗ്യമായവയെല്ലേലും കാഴ്ചയായിതാ. സ്നേഹമോടെ നൽകിടാം യാഗപീഠത്തിൽ യോഗ്യമായവയെല്ലേലും കാഴ്ചയായിതാ. ദൈവമേ, സ്വീകരിക്കണമേ. ആശീർവദീക്ഷങ്ങൾ നവ്യമാക്കിടണേ. തിരുസന്നിധേ നൽകുമീ കാഴ്ച ദ്രവ്യങ്ങൾ കണ്ണിക്കടങ്ങളാൽ കഴുകി തുടച്ചു ഞങ്ങൾ ബലിയായി നൽകുന്നു മനസ്സും ഹൃദയവും മുന്നിൽ തിരുമുന്നിൽ. കണ്ണിക്കടങ്ങളാൽ കഴുകി തുടച്ചു ഞങ്ങൾ ബലിയായി നൽകുന്നു മനസ്സും ഹൃദയവും മുന്നിൽ തിരുമുന്നിൽ. ഗോതമ്പിന്നപ്പമങ്ങേ ദേഹമാകുമ്പോൾ പ്രിയമോട് ഞങ്ങളും
ദാസരാണിവരിൽ കണ്ണീർ കണങ്ങളാൽ കഴുകി തുടച്ചു ഞങ്ങൾ ബലിയായി നൽകുന്നു മനസ്സും ഹൃദയവും മുന്നിൽ തിരുമണ്ണിൽ കണ്ണീർ കണങ്ങളാൽ കഴുകി തുടച്ചു ഞങ്ങൾ ബലിയായി നൽകുന്നു മനസ്സും ഹൃദയവും മുന്നിൽ തിരുമുന്നിൽ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന അങ്ങേകജാതനെ ഭക്തിയാദരപൂർവം വിശുദ്ധ യൗസേപ്പ് ശുശ്രൂഷിച്ച പോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേ അൾത്താരയെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കണമെന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ നിത്യനായ ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. യുക്തവും ന്യായവുമാണതു ഞങ്ങൾക്കു രക്ഷാകരവും ജഗൽ പിതാവേ. വിശുദ്ധ യൗസേപ്പിന്റെ മഹോത്സവത്തിൽ അർഹമായ സ്തുതികളിൽ അങ്ങയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതുചിതമാണല്ലോ. അങ്ങേകപുത്രനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകുവാനായി കന്യകാമാതാവിന്റെ ഭർത്താവായി അങ്ങു നൽകിയ നീതിമാനായ വിശുദ്ധ യൗസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായ അങ്ങേ കുടുംബത്തിനു മേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. ആകയാൽ ആമോദ വായ്പോടെ വാഴുമി സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി നമിച്ചിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ
മങ്ങിയും വിണ്ടലവും നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ടു സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടു അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്നും കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവ് അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും
അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോളാൻഡി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് തിരുസഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കാലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്കു നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം നൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കു ചൊരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകയും എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരിനാളം തെളിയുമ്പോൾ നീ എന്നാത്മാവിൽ പ്രകാശമാ. ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയാ. കാൽവരിക്കും നിൻ മനസ്സിൽ കാണും നിന്നു ഞാൻ. ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ ദൈവമേ, പ്രാണന്റെ ഗേഹം നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ.
സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വേളയേകും എന്നുമെന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചൊന്നാൽ ക്ഷമയരുളും. തിരുഹൃദയം എനിക്കായി തുറന്നു തരും. ഓ എൻ്റെ ദൈവമേ, ജീവന്റെ മാർഗം നിന്നോടു ചേരട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. പ്രിയമുള്ളവരെ, യൗസേപ്പ് പിതാവിൻ്റെ പെരുന്നാളിൽ വളരെ ഭംഗിയായി വചനപ്രഘോഷണം നൽകിയത് ബഹുമാനപ്പെട്ട പ്രസാദ് സിപ്രിയാൻ അച്ഛനാണ്. അച്ഛന് കേരള സഭയിലെ വലിയൊരു വചനപ്രഘോഷകനാണ്. അച്ഛൻ്റെ ദേവാലയത്തിൽ വൈകുന്നേരം യൗസേപ്പ് പിതാവിൻ്റെ ആഘോഷപൂർവകമായ തിരുനാൾ പ്രദർശനം നാളെയാണ്. അച്ഛൻ്റെ ഇടവക തെക്കേമുറി ദേവാലയമാണ്. നാളെ രാവിലെയാണ് ആഘോഷമായ തിരുനാൾ ബലിയർപ്പണം. സ്നേഹത്തോടുകൂടി ഈ കർമ്മത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് വളരെ നല്ല വചന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട പ്രസാദ് സിപ്രിയാൻ അച്ഛന് എല്ലാവരുടെയും പേരുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ആരാധനയും നൊവേനയും നടത്തുകയും സഹകാർമ്മികനായി സഹായിക്കുകയും ചെയ്തത് ഗീവർഗീസ് ചാക്കപ്പൊട്ടച്ചനാണ്. അച്ഛൻ മുളവന ദേവാലയത്തിലെ, നമ്മുടെ തൊട്ടടുത്തുള്ള ദേവാലയത്തിലെ വികാരിയച്ഛനാണ്. വളരെ സ്നേഹത്തോടുകൂടി കർമ്മത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട ഗീവർഗീസ് ചാക്കപ്പൊട്ടച്ചനും നന്ദി അറിയിക്കുന്നു. 22-ാം തീയതി വൈകിട്ട് കുർബാന ഉണ്ടായിരിക്കില്ല. ഞായറാഴ്ച 22-ാം തീയതി വരുന്ന ഞായറാഴ്ച വൈകുന്നേരം കുർബാന ഉണ്ടായിരിക്കില്ല. അന്ന് നമ്മുടെ ഫെറോനാതലത്തിലെ കുരിശിൻ്റെ വഴിയുടെ ദിവസമാണ്. വൈകുന്നേരം 4 മണിക്ക് സ്റ്റാർച്ച് മുക്കിൽ നിന്നും കൈതാകൂടി പള്ളി വരെയാണ് കുരിശിൻ്റെ വഴി. അവിടെ വെച്ച് വചനപ്രഘോഷണം ഉണ്ടായിരിക്കും. കൈതാകൂടി പള്ളിയിൽ വൈകുന്നേരം കുർബാന ഉണ്ടായിരിക്കില്ല, വചനപ്രഘോഷണം ആരാധനയുമായിരിക്കും. വൈകുന്നേരം എല്ലാവരും കൈതാകൂടി സ്റ്റാർച്ച് മുക്കിൽ എത്തിച്ചേരുക. അവിടെ നിന്ന് കുരിശിൻ്റെ വഴിയായി കൈതാകൂടി പള്ളിയിൽ നമ്മൾ എത്തിച്ചേരും. അന്നേ ദിവസം വൈകുന്നേരം കുർബാന ഉണ്ടായിരിക്കില്ല. രാവിലെ 7 മണിക്കായിരിക്കും ഞായറാഴ്ച കുർബാന. പ്രത്യേകം ഓർക്കുക. വൈകുന്നേരത്ത് കുർബാനയ്ക്ക് വരുന്നവരെ അറിയിക്കുക. വരുന്ന ഞായറാഴ്ച 22-ാം തീയതി വൈകുന്നേരം കുർബാന ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഈ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ഭംഗിയായി സഹായിക്കുവാനായിട്ട് ഒരുപാട് പേര് സാമ്പത്തികമായി സഹായിച്ചു. അവരുടെ പേരുകൾ ക്ലർക്ക് തുടക്കത്തിൽ വായിച്ചു. അവരുടെ നിയോഗങ്ങൾ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയുണ്ടായി. സ്നേഹവിരുന്നിനും തിരുനാളിനും നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ തിരുനാളിന് ഗാനം സ്പോൺസർ ചെയ്തത് നമ്മുടെ സജീവ് പോലീസുകാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെയാണ്. അദ്ദേഹമാണ് കുർബാനയുടെ പാട്ട് പാടിയത്. ഇന്ന് സജീവ് പോലീസിൻ്റെ ജന്മദിനം കൂടിയാണ്. ജന്മദിനത്തിൻ്റെ എല്ലാ
പ്രാർത്ഥനകളും യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥവും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് സ്നേഹവിരുന്നുണ്ട്. എല്ലാവരും സ്നേഹവിരുന്നിലും പങ്കുചേരണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ യൗസേ പിതാവിൻ്റെ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന അങ്ങേ ഈ കുടുംബത്തെ ഈ അൾത്താരിൽ നിന്നുള്ള ഭോജ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരിരക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ കുടുംബത്തിൽ കാരുണ്യപൂർവം കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനോ നന്ദി. മാലോകരേവരും പാടിടുന്നു മോദമായി മാർയൗസേ പിതാവിൻ്റെ ഗീതകം. മക്കളെ നയിച്ചിടും കാവലേകി നിന്നിടും തൃക്കരങ്ങളിൽ താങ്ങിയോ മനിച്ചിടും. മാലോകരേവരും പാടിടുന്നു മോദമായി മാർയൗസേ പിതാവിൻ്റെ ഗീതകം. മക്കളെ നയിച്ചിടും കാവലേകി നിന്നിടും തൃക്കരങ്ങളിൽ താങ്ങിയോ മരിച്ചിടും. മാർയൗസേ പിതാവേ വാഴ്ക വാഴ്ക, മാനവർക്കു സ്നേഹദാതനായി നീ. മാർയൗസേ പിതാവേ വാഴ്ക വാഴ്ക, മാനവർക്കു സ്നേഹദാതനായി നീ. യേശുവിൻ്റെ സ്നേഹരാജ്യ സാക്ഷ്യമേകുവാനായി ഞങ്ങളെ തുണച്ചു നീ നയിക്കണേ. മാലോകരേവരും പാടിടുന്നു മോദമായി മാർയൗസേ പിതാവിൻ്റെ ഗീതകം. മക്കളെ നയിച്ചിടും കാവലേകി നിന്നിടും തൃക്കരങ്ങളിൽ താങ്ങിയോ മനിച്ചിടും. കന്യയായ മേരിയെ കാത്തു നീ തുണച്ചപ്പോൾ ഉണ്ണിയെ വഹിച്ചു നീ നടന്നപ്പോ. കന്യയായ മേരിയെ കാത്തു നീ തുണച്ചപ്പോൾ ഉണ്ണിയെ വഹിച്ചു നീ നടന്നപ്പോ. മക്കളെ നയിക്കണേ കൈകളിൽ വഹിക്കണേ, നിത്യപാതയിൽ കരം പിടിക്കണേ. മാലോകരേവരും പാടിടുന്നു മോദമായി മാർയൗസേ പിതാവിൻ്റെ
താരകം മക്കളെ നയിച്ചിടും കാവലേകി നിന്നിടും